ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് നമ്മുടെ UAE ഹെൽത്ത് കാർഡിനെ കുറിച്ചിട്ട് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ എന്നെപ്പോലെയുള്ള ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ, എനിക്ക് വന്നൊരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ UAE പിന്നെ ഷാർജ, ദുബായ് എവിടെ ആയിക്കോട്ടെ, നമ്മൾ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഹൈജീനിക് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൽ, ഓൺ കമ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഹെൽത്ത് കാർഡ് ഉണ്ടാവും. ഓക്കെ, ഈ ഹെൽത്ത് കാർഡ് നമുക്കറിയാം, നമുക്ക് എല്ലാ വർഷവും ഇത് റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈന് വരും. അപ്പോൾ ചില ആൾക്കാർ അറിയത്തില്ല, ചില ആൾക്കാർ വിസ ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഓക്കെ, അത് വിസ ഓൾറെഡി ക്യാൻസൽ ആയല്ലോ, ഇനിയിപ്പോൾ ഫൈനൊന്നും വരത്തില്ല, അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. എനിക്കെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് 2 ഷോപ്പ് ഉണ്ടായിരുന്നു, സലൂൺ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഓണർ ആയിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, നമുക്ക് ആരാണ് ആ സലൂണിൽ നിൽക്കണമെങ്കിൽ നമുക്ക് ഹെൽത്ത് കാർഡ് ഇറ്റ്സ് മസ്റ്റ്. സോ നമ്മൾ ഹെൽത്ത് കാർഡ് എടുത്തിരിക്കണം. അപ്പം ഞാനും ഹെൽത്ത് കാർഡ് എടുത്തിരുന്നു. ഞാൻ എല്ലാ വർഷവും അത് റിന്യൂ ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ ഈ 2 ഷോപ്പ് ഞാൻ വേറെയൊക്കെ കൊടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് എനിക്കറിയാം ഇത് ക്യാൻസൽ ചെയ്യണമെന്നുള്ളത്. സോ ഒന്നെങ്കിൽ നമ്മളത് റിന്യൂ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യണം. അപ്പം നമ്മളിത് കൊടുത്ത സ്ഥിതിക്ക് ഞാൻ ചെന്ന് ഓൾറെഡി അത് ക്യാൻസൽ ചെയ്തു മീൻസ് ഞാൻ അവിടെ നമ്മുടെ അതായത് ഞാൻ ഷാർജയിലാണ്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു നെസ്രിയ ഹെൽത്ത് സെൻ്റർ ഉണ്ട്, ഗവൺമെൻറ് ഹെൽത്ത് സെൻ്ററാണ്. അവിടെ പോയിട്ടാണ് ഞാൻ മിക്കവാറും എൻ്റെ മെഡിക്കലും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, മീൻസ് ഈ എന്താ പറയുക, നമ്മുടെ ഹെൽത്ത് കാർഡൊക്കെ എടുക്കുന്നത്. അപ്പം ഞാൻ അവിടെ നോർമലി ക്യാൻസൽ ചെയ്യാൻ ചെന്നു. അവിടെ കൗണ്ടറിൽ പോയി, അവിടെ പേപ്പേഴ്സൊക്കെ ഞാൻ എൻ്റെ ഷോപ്പുകളൊക്കെ കൈമാറിയ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. എനിക്കിപ്പോൾ ഒന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് അവർക്ക് പ്രൂഫ് കൊടുത്തിട്ട് ആ കൗണ്ടറിലൊക്കെ ഞാൻ എല്ലാ കൗണ്ടറിലും ചെന്നിട്ട് അവിടെ എല്ലാം ക്ലിയർ ചെയ്തു. ഞാൻ അവരുടെ അടുത്ത് കൺഫേം ചെയ്തു, ഇതെല്ലാം ഇനി ക്ലിയർ ആണല്ലോ, ഇനിയിപ്പോൾ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഓക്കെ, തിരിച്ചു പോകുന്നുണ്ട്. ഇപ്പം ഒരു വർഷത്തിൽ കൂടുതലായി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. എൻ്റെ വിസ എനിക്ക് മാറ്റി അടിക്കണം, പുതിയ വിസയിലോട്ട് മാറേണ്ട ഒരു ആവശ്യം വന്നപ്പം എനിക്ക് ഈ വിസ അടിക്കണമെങ്കിൽ നമുക്ക് മെഡിക്കൽ എടുക്കണം. അപ്പം എൻ്റെ കൺസെപ്റ്റിൽ എന്താണ്, ഞാൻ ഓൾറെഡി അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് പോയി മെഡിക്കൽ എടുക്കാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം ഞാൻ ചെന്നപ്പം അവരെന്നോട് പറയാണ്, അതായത് മെഡിക്കൽ എടുക്കാൻ, പുതിയ വിസ അടിക്കാൻ വേണ്ടി മെഡിക്കൽ എടുക്കാൻ ചെന്നപ്പോൾ അവരെന്നോട് പറയാണ്, നിങ്ങൾക്ക് നേരത്തെ ഷോപ്പ് വല്ലതും ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അവിടെ ഹെൽത്ത് കാർഡ് ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്തോ? ഞാൻ പറഞ്ഞു ക്യാൻസൽ ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ സിസ്റ്റത്തിൽ കാണിക്കുന്നില്ലല്ലോ, സിസ്റ്റത്തിൽ ഫൈന് കാണിക്കുന്നു, അറൗണ്ട് 1700 ദിറംസ് എനിക്ക് ഫൈന് കാണിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഓൾറെഡി വന്ന് ക്യാൻസൽ ചെയ്തതാണ് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതായത് ഈ ഹെൽത്ത് സെൻ്ററിൻ്റെ മാനേജറുണ്ട്, മാനേജറിനെ പോയി കാണണം, മാനേജറെ പോയി കണ്ടിട്ട് സംസാരിക്കണം, ആളെന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാനേജറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. മാനേജർ വന്നു, മാനേജറെ പോയി കണ്ടു, ആളിൻ്റെ അടുത്ത് ചോദിച്ചു കാര്യങ്ങൾ. ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, ഇന്നെങ്ങനെയാണ്, ഞാനിവിടെ വന്നിരുന്നു, ഞാൻ ക്യാൻസൽ ചെയ്യാൻ വന്നിരുന്നു, ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം, അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. അപ്പോൾ ആൾ പറഞ്ഞു, ഇതിൽ ഫൈന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിവിടുന്ന് ക്യാൻസൽ ചെയ്താൽ റിമൂവ് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ആൾ എൻ്റെ ഈ ഫൈനിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആൾ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ മെസ്സേജ് വരും, ആ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് സെൻറ്ററിലോട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 2 ദിവസം മുന്നേ എനിക്ക് മെസ്സേജ് വന്നു. ഞാൻ ആ മെസ്സേജ് എടുത്തിട്ട് ചെന്ന് പിന്നെ ആളെ കണ്ടു. ആൾ സിസ്റ്റത്തിൽ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് റിമൂവ് ആയി എന്ന് പറഞ്ഞു, അതായത് ഫൈൻ റിമൂവ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മളിപ്പം ക്യാൻസൽ ചെയ്യുവാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ കൗണ്ടറിൽ പോയിട്ട് മാത്രം നമ്മൾ ക്ലിയർ ചെയ്തു എന്നുള്ള വിശ്വാസം നമുക്ക് പാടില്ല. നമ്മൾ അവിടുത്തെ മാനേജറെ കണ്ടിട്ട് അവരുടെ സിസ്റ്റത്തിൽ നമ്മളത് റിമൂവ് ചെയ്യിക്കണം. നമ്മൾ റിമൂവ് ചെയ്യിക്കാത്തടത്തോളം, നമ്മളത് റിമൂവ് ചെയ്യുന്ന കൺഫേം വരുത്താത്തടത്തോളം നമുക്ക് ഫൈന്, അതായത് ഓരോ മാസവും ഫൈന് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഒരു ആവശ്യത്തിന്, അതായത് വേറെ നമുക്ക് എന്തെങ്കിലും വിസ ഇഷ്യൂസോ കാര്യങ്ങളോ, വിസ അടിക്കാനോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് അറിയാം നമുക്ക് ഇത്രയും ഫൈന് കിടപ്പുണ്ട് എന്നുള്ളത്.